നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷരേഖകൾ വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ലെബനൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ നിർണായക സമുദ്ര വ്യാപാര പാതകൾ വീണ്ടും സജീവമാകുമെന്ന പ്രതീക്ഷ ഉയർന്നിരിക്കുന്ന സമയത്താണ് ഇറാനിൽ നിന്നും പുതിയ മുന്നറിയിപ്പ് പുറത്തുവരുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ അമേരിക്കൻ നാവിക ഉപരോധം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നിർണായകമായ ഈ ജലപാതയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ പ്രസ്താവനയും ഇപ്പോൾ ലോക വിപണികളെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് സാധാരണ കടൽപാതയല്ല. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെയും ദ്രവീകൃത പ്രകൃതിവാതക ഗതാഗതത്തിന്റെയും വലിയൊരു വിഹിതം ഈ ചുരുങ്ങിയ ജലപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏത് അനിശ്ചിതത്വവും എണ്ണവില മുതൽ ഓഹരി വിപണി വരെ വ്യാപകമായ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ഏപ്രിൽ 17 ഈ കടലെടുക്ക് വീണ്ടും തുറന്നുവെന്ന വാർത്ത പുറത്തു വന്നതോടെ വിപണികൾക്ക് ആശ്വാസം ലഭിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുതിയ മുന്നറിയിപ്പുകൾ എത്തിയത് പ്രതീക്ഷകൾക്ക് മുകളിൽ വീണ്ടും ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തി. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഗ് സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ പ്രസ്താവന കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്ന നിലയിൽ തുടരുമെന്ന് കരുതേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. കടലിടുക്കിലൂടെയുള്ള യാത്ര നിർദ്ദിഷ്ട മാർഗരേഖകളോടെയും ഇറാന്റെ അനുമതിയോടെയും മാത്രമാകാമെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഈ പ്രസ്താവന ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതികരണം മാത്രമല്ല, കടൽ സുരക്ഷയും പ്രാദേശിക ശക്തി സമവാക്യവും ചേർന്ന് സങ്കീർണമായൊരു സന്ദേശം കൂടിയാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഹായിയുടെ പ്രതികരണവും അതേ ദിശയിലുള്ളതായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമോ അടയ്ക്കണമോ എന്നത് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ തീരുമാനിക്കപ്പെടുന്ന കാര്യമല്ല എന്നും ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളാണ് അതിനെ നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറുവശത്തു നിന്നുള്ള ഏതു നടപടിക്കും എങ്ങനെ മറുപടി നൽകണമെന്ന് ഇറാന്റെ സായുധ സേനയ്ക്ക് വ്യക്തമായി അറിയാം. ഇതിലൂടെ വ്യക്തമാകുന്നത് വെറും വാക്കുകളല്ല, പ്രവർത്തന സന്നദ്ധതയും തങ്ങൾക്കുണ്ട് എന്ന സന്ദേശം കൂടിയാണ് ഇറാൻ നൽകുന്നത്. അമേരിക്ക തുടരുന്ന നാവിക ഉപരോധം വെടിനിർത്തൽ ധാരണയ്ക്ക് വിരുദ്ധമാണ് എന്ന വാദം ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. സമാധാനം സംസാരിക്കുമ്പോൾ സമ്മർദ്ദ നടപടികൾ തുടരുന്നത് വിശ്വാസം തകർക്കുമെന്നും അതിന് മറുപടി ഉണ്ടാകുമെന്നും അവർ പറയുന്നു. ഈ നിലപാട് ചർച്ചാ മേശയിൽ ശക്തമായ സമ്മർദ്ദ മാർഗമായി ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം സാമ്പത്തിക ഉപരോധവും സൈനിക സാന്നിധ്യവും ഒരുമിച്ച് നിലനിൽക്കുമ്പോൾ സ്ഥിര കരാർ സാധ്യമാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. അതേസമയം ട്രംപ് തന്റെ ശുഭാപ്തി വിശ്വാസം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം മഹത്തായതും തിളക്കമുള്ളതും എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടൽ ആവശ്യമില്ല എന്ന നിലപാട് ട്രംപ് മുന്നോട്ട് വെച്ചു. പകരം പാകിസ്ഥാനും ഗൾഫ് രാജ്യങ്ങളും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. എന്തായാലും ഇത് അമേരിക്ക ഈ പ്രശ്നത്തിൽ പ്രാദേശിക ഇടനിലക്കാരെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയാണ്. മധ്യസ്ഥ രാജ്യങ്ങളുടെ പങ്ക് ഇവിടെ ഏറെ നിർണായകമാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്നും മാറി പ്രാദേശിക ബന്ധങ്ങളും വിശ്വാസ ചങ്ങലകളും ഉപയോഗിച്ച് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങൾക്കും പാകിസ്ഥാനുമെല്ലാം ഈ മേഖലയിലെ സുരക്ഷയും വ്യാപാര സ്ഥിരതയും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അവർ സമാധാന ശ്രമങ്ങളിൽ സജീവമാകുന്നതും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളോട് ബന്ധപ്പെട്ടതാണ്. ലോക വിപണിക്കായി ഇപ്പോഴത്തെ പ്രധാന ചോദ്യം, അല്ലെങ്കിൽ ലോക വിപണിയിൽ വരുന്ന ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഒന്ന് തന്നെയാണ്: ഹോർമൂസ് കടലിടുക്ക് സ്ഥിരത കൈവരിക്കുമോ? ഈ ജലപാതയിൽ വീണ്ടും തടസ്സമുണ്ടായാൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. ഗതാഗത ചെലവ് വർദ്ധിക്കാം, വിതരണ ശൃംഖലകളെ ബാധിക്കാം. അതിന്റെ ആഘാതം ഇന്ധന വില മുതൽ സാധനങ്ങളുടെ വില വർധനവ് വരെ പല രാജ്യങ്ങളിലേക്കും പടർന്നു വയ്ക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെ ഓരോ നീക്കവും സാമ്പത്തിക വിദഗ്ധർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ അമേരിക്കയും ഇറാനും തങ്ങളുടെ സ്വന്തം ആഭ്യന്തര പ്രേക്ഷകരോട് സംസാരിക്കുകയാണ്. ഒരു വശത്ത് ശക്തി പ്രകടിപ്പിക്കേണ്ട ആവശ്യവും മറുവശത്താകട്ടെ യുദ്ധം ഒഴിവാക്കേണ്ട ആവശ്യകതയും. എന്തായാലും ഇരുപക്ഷങ്ങളും ഈ രണ്ട് ലക്ഷ്യങ്ങളെയും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതു പ്രസ്താവനകൾ കടുപ്പമുള്ളതായാലും അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ചർച്ചകൾ കൂടുതൽ പ്രായോഗികമായിരിക്കാം. ഇറാൻ ഈ പ്രതിസന്ധിയിൽ തന്റെ പ്രധാന സന്ദേശം വ്യക്തമായി മുന്നോട്ട് വെക്കുകയും സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങില്ല, പക്ഷേ തുല്യ ബഹുമാനത്തോടെയുള്ള ചർച്ചകൾക്ക് തയ്യാറാണ്. അമേരിക്ക പറയുന്നത് വേറൊരു ഭാഷയാണ്. സുരക്ഷാ ഉറപ്പുകളും ആണവ നിയന്ത്രണവും വേണം, എന്നാൽ കരാറിന് തയ്യാറാണ്.
ഈ രണ്ട് നിലപാടുകളും തമ്മിലുള്ള അകലമാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത്. അടുത്ത ദിവസങ്ങൾ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഉപരോധം കുറയുമോ, കടൽപാത സ്ഥിരത കൈവരിക്കുമോ, യഥാർത്ഥ കരാർ പ്രഖ്യാപിക്കപ്പെടുമോ, അതോ വീണ്ടും സംഘർഷമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി അധികം വൈകില്ല.